പ്രിയമുള്ളവരെ, ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഷാഫി പറമ്പിൽ ഇതുവരെ MLA ആയിരുന്ന, നമ്മുടെ പാലക്കാടിൻ്റെ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയുടെ MP ആണ്. വടകരയുടെ MP ആയിട്ടും കൽപ്പാത്തിയെ ഒരിക്കലും വിസ്മരിക്കാതെ കൽപ്പാത്തിയിലേക്ക് ഷാഫി വന്നിരിക്കുന്നു. ഷാഫി എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? ചില ബന്ധങ്ങൾ തുടങ്ങാൻ ചിലപ്പോൾ നമുക്ക് ചില നിമിത്തങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പാവാം, ചിലപ്പോൾ ജോലിയാവാം, ചിലപ്പോൾ ജനപ്രതിനിധിയാവാം. ആരംഭിക്കാൻ അതൊരു കാരണമായേക്കാം. പക്ഷെ നിലനിർത്താൻ മറ്റ് കാരണങ്ങളോ പദവികളോ ആവശ്യമില്ല. ഇപ്പോൾ കൽപ്പാത്തിയായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ടുള്ള ബന്ധം അതിനിയും തുടരും. അതിനിപ്പം പിന്നെ MP എന്നോ MLA എന്നോ ഇനി നാളൊരു പോസ്റ്റ്, ഇതൊന്നും ഇപ്പോൾ ആരുടെയും കുത്തകയൊന്നും അല്ലല്ലോ. അതൊരു പദവി ഇല്ലാതായാലും ഈ ഒരു ബന്ധം തുടരുന്നതിന് അതൊന്നും ഒരു തടസ്സമാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, ഇവിടെ വരുമ്പോൾ ആളുകളുടെ റെസ്പോൺസും സത്യം പറഞ്ഞാൽ ആ ഒരു സ്നേഹം, ഇപ്പം ഞാനിവിടുന്ന് മാറിപ്പോയി എന്നുള്ളത് കൊണ്ട് മാത്രം അവരാരും അങ്ങനെ നമ്മളെ അവഗണിക്കുകയോ തിരിഞ്ഞു നോക്കാതിരിക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു സ്നേഹം തന്നെയാണ് തരുന്നത്. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് തന്നെ ഒരു ബന്ധം ഈ തെരുവിലെ പിന്നെ ഈ ഗ്രാമങ്ങളിലെ ആളുകളൊക്കെ ആയിട്ടുണ്ട്. അത് നിലനിർത്താൻ ശ്രമിക്കും പരമാവധി ആത്മാർത്ഥമായിട്ട് തന്നെ. ഷാഫിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് MLA ആയിട്ട് വരുമ്പോൾ നമ്മളിതേ ലൈവിൽ ഷാഫി ഒരു കാര്യം പറഞ്ഞു. കാരണം വെച്ചാൽ ഇവിടെ വൈദ്യുതി സർക്യൂട്ട് മൂലം രഥം മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടായപ്പോൾ എന്ത് താങ്കൾ ചെയ്യും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് തന്നിരുന്നു. ഭൂഗർഭ കേബിളുകൾ സ്ഥാപിച്ചുകൊണ്ട് അത് വിജയകരമാക്കുമെന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമാക്കി. അതെ, അത് പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യമാക്കി. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലക്ക് നമുക്ക് പിന്നെ കിട്ടുന്ന അവസരത്തിൽ നമുക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ചിലപ്പം ജയോ ഭൂരിപക്ഷമൊന്നും ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമ്പോഴാണ് നമുക്കതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ ഈ തേരിൻ്റെ സമയത്ത് കറണ്ട് ഉണ്ടാവാറില്ല. തേര് ഉരുളുന്ന സമയത്ത് ഓവർഹെഡ് ക്രോസിംഗ് മുഴുവൻ അഴിച്ചു വെക്കണം. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ഏരിയൽ ബെഞ്ച് കേബിളും അണ്ടർഗ്രൗണ്ട് കേബിളും ആക്കി. അപ്പം തീർച്ചയായിട്ടും തേര് നടക്കുമ്പോൾ ഇപ്പോൾ അത്തരം ഒരു അസൗകര്യം അവർ നേരിടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതിന് വാക്കിൽ പറയാൻ കഴിയാത്ത ഒരു ആത്മസംതൃപ്തി അതുമൂലം കിട്ടുന്നുണ്ട്. അത് കൽപ്പാത്തി മാത്രമല്ല, രഥപ്രയാണം നടക്കുന്ന മുഴുവൻ മറ്റേ വീഥികളിലും മറ്റ് ഗ്രാമങ്ങളിലും എല്ലാം MLA ആസ്തിവികസന ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് ഉടനീളം അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് വലിയൊരു സംതൃപ്തിയാണ്. ഈ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. സ്വാഭാവികമായിട്ട് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു ഉത്സവത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ, അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പ്, അതിനിടയിലാണ് രഥോത്സവം വരുന്നത്. എങ്ങനെ ഫീൽ ചെയ്യുന്നു? അല്ല, ഒന്നാം തേരിൻ്റെ അന്ന് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോഴേ നമുക്ക് തെരഞ്ഞെടുപ്പും അതീവ പ്രാധാന്യമുള്ള ഒന്നാണ്. തേര് ഈ പ്രദേശത്തെ ആളുകൾക്ക് മാത്രമല്ല, മൊത്തം പാലക്കാടിന് പുറത്തുള്ളവർക്കും കേരളത്തിന് പുറത്തുള്ളവർക്കും ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ കണ്ടക്റ്റ്, ഉത്സവം നന്നായിട്ട് നടക്കാനും തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും പങ്കാളിയാവാനും അത് രണ്ട് ഡേറ്റിലാവുക തന്നെയാണ് നല്ലത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമുള്ള ആദ്യത്തെ പ്രതികരണത്തിൽ തന്നെ ഞാനത് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത് ഇത്രയും വൈകിക്കേണ്ടായിരുന്നു. നേരത്തെ തന്നെ ആ ഒരു തീരുമാനം എടുക്കേണ്ടതായിരുന്നു. ഇപ്പോഴാണെങ്കിലും എടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ഇന്നലെ തേര് ഭംഗിയായിട്ട് നടന്നു. നമുക്കറിയാം, പോളിംഗ് ബൂത്തിലാണ് പോലീസിൻ്റെ എയ്ഡ് ക്യാമ്പ്. അപ്പോൾ അതൊക്കെ 2 ഡേറ്റിലായതുകൊണ്ടാണ് അത് സൗകര്യപ്രദമായിട്ട് നടത്താൻ പറ്റുന്നത്. കൂടുതൽ ആളുകൾ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലും പങ്കാളികളാവണം എന്നാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഷാഫി, ഇപ്പോൾ നമ്മളിപ്പോൾ ലൈവ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആളുകളോട് ഷാഫി ഇങ്ങനെ കൈകാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ മോഡലിലാണ് കൈകാണിക്കുന്ന. ഈ ഒരു സ്നേഹം എല്ലാവരെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, കാപ്പി കൊടുക്കുന്നു എന്ന് രാഹുൽ മാങ്കുടത്തിൽ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യും. ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ മനുഷ്യനെ ഇങ്ങനെ വിചാരിച്ചില്ല എന്നാണ് രാഹുൽ പോലും പറഞ്ഞത്. ഈ ഒരു ബന്ധത്തെ, സ്നേഹത്തെ എങ്ങനെയാണ് കാണുന്നത്? എനിക്കത് വർണ്ണിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് തുടങ്ങാൻ ഒരു പദവി ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ പോലും, അതൊരു നിമിത്തമായിട്ടുണ്ടെങ്കിൽ പോലും, എല്ലാ പദവികൾക്കും അപ്പുറത്തേക്ക് ആ സ്നേഹബന്ധത്തിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്തരം വിശേഷ ദിവസങ്ങളിലും പ്രദേശത്തിൻ്റെ സുഖദുഃഖങ്ങളിലും ഒക്കെ എന്നെക്കൊണ്ടാവും വിധം ഞാൻ അതിൽ പങ്കാളിയാവാൻ തുടർന്നും ശ്രമിക്കും. വടകരയുടെ MP ആണ്, പാലക്കാട് MLA ആയിരുന്നു 10-13 വർഷത്തോളം. സ്വാഭാവികമായിട്ടും വടകരയ്ക്ക് തന്നെ പോകുമോ അതോ പാലക്കാടിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വളരെ സജീവ സന്നിധമാവും? അല്ല, തീർച്ചയായിട്ടും വടകരയാണല്ലോ ഇനിയിപ്പോൾ ഒരു പ്രൈം റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നത്. അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്തപ്പോൾ അവരോടുള്ളൊരു പ്രതിബദ്ധതയുണ്ട്. പാലക്കാടിന് ശ്രീകണ്ഠേട്ടനുണ്ട്, പാലക്കാടിന് ഇനി രാഹുലും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ കൂടെ പഴയ MLA എന്നുള്ള നിലയ്ക്ക് ഞാനും ഒരു സൈഡിൽ കൂടെയൊക്കെ ഞാനും ഉണ്ടാവും. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. തീർച്ചയായിട്ടും ഇന്ന് വരെ ദാസേട്ടൻ്റെ ലൈവിൽ ഞാൻ പങ്കെടുക്കായിരുന്നില്ല. ദാസേട്ടന് അന്ന് ഞാൻ ആദ്യം വന്ന അന്ന് തൊട്ട് ഇപ്പോൾ ദാ ഈ 2020 അപ്പം ദാസേട്ടൻ്റെ ലൈവിൽ ഞാൻ പങ്കെടുക്കായിരുന്നിട്ടില്ല. തേരിനെ സംബന്ധിച്ച് പല പ്രഖ്യാപനങ്ങളും നമ്മളിതിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പല കൗണ്ടറും നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൽപ്പാത്തി തേരുമായിട്ട് ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം പറയുന്ന പോലെ തന്നെ ദാസേട്ടനുമായിട്ടും SCയുടെ പ്രേക്ഷകരുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അതും തുടരട്ടെ. തീർച്ചയായിട്ടും എല്ലാ ആശംസകളും.